സ്പൈസ് നട്ട്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ നാടൻ കുഴക്കട്ടേനെ ഫില്ലിങ്സ് എല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് ഒരു എഗ് ബോളാക്കി മാറ്റിയാലോ. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് അരിപ്പൊടി, പത്തിരിയൊക്കെ ഉണ്ടാക്കാനുള്ള വറുത്ത അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. 3/4 കപ്പ് വെള്ളം വേവിക്കാനായിട്ട്, 1/2 ടീസ്പൂൺ ഉപ്പ്, ആവശ്യത്തിന് വെളിച്ചെണ്ണ, ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് 2 കോഴിമുട്ട പുഴുങ്ങിയെടുത്തതാണ്, ഒരു സവാള, വലിയൊരു സവാള ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തെടുത്തത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത്, 2-3 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അങ്ങനെ കടുക് പൊട്ടിക്കാനായിട്ട് കുറച്ച് കടുക്. ആദ്യമായിട്ട് പൊടി വേവിച്ചെടുക്കാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഇത്രയും ചേർത്ത് വെള്ളം നന്നായി തിളയ്ക്കുന്നവരെ വെയിറ്റ് ചെയ്യുക. വെള്ളം നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. ചിലപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പൊടിയുടെ വേവിനനുസരിച്ച് വെള്ളത്തിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ കുറച്ച് വെള്ളം ചൂടാക്കി അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. 1-2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി, പത്തിരിക്കല്ല നമ്മൾ പൊടി കുഴയ്ക്കുന്ന അളവിൽ ഏകദേശം ഇതേപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് നന്നായിട്ട് അടച്ച് വയ്ക്കുക. ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച ശേഷം ഇത് നന്നായി കുഴച്ചെടുക്കണം. 5 മിനിറ്റ് ശേഷം ചൂടൊന്ന് കുറഞ്ഞു കഴിഞ്ഞാൽ പത്തിരിക്കെല്ലാം കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് ഇത് കുഴച്ചെടുക്കണം. അടുത്തായിട്ട് മസാല ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വന്ന് അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് ഇളക്കുക. സവാള നന്നായി ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി സവാള നന്നായി വെന്തുടയുന്നവരെ വേവിച്ചെടുക്കണം. സവാള നന്നായി വെന്തിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അല്ലെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് കട്ട് ചെയ്തും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വീണ്ടും വഴറ്റി കൊടുക്കുക. ഒരു 1-2 മിനിറ്റ് തന്നെ ഒന്ന് വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പച്ചമുളക് മാറിക്കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ 1-2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി തക്കാളി നന്നായിട്ട് വെന്ത് വരുന്നവരെ വെയിറ്റ് ചെയ്യാം. തക്കാളി നന്നായി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ മാറ്റി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. പൊടികളുടെ എല്ലാം പച്ചമണം മാറിയ ശേഷം എഗ്ഗ് ചേർത്ത് കൊടുക്കണം. അതിനുവേണ്ടി പുഴുങ്ങിയ എഗ്ഗ് ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ച് നന്നായി ഉടച്ച് പൊടിച്ചെടുക്കണം. ഏകദേശം ഇതേപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇത് മസാലയുടെ കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കണം. ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കി മസാല ഇതിൻ്റെ ഉള്ളിൽ നന്നായിട്ട് മിക്സ് ആവുന്നവരെ ഇളക്കിയെടുക്കുക. 1-2 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കിയ ശേഷം ഇത് അടുപ്പിൽ നിന്ന് മാറ്റി വയ്ക്കുക. മാവ് കുഴച്ച് നല്ലവണ്ണം ബോളുകളാക്കി അതിൻ്റെ അകത്ത് കുറേശ്ശെ നമ്മൾ തയ്യാറാക്കി ഫില്ലിങ് ചേർത്ത് കൊടുക്കണം. ഒരുപാട് ഫില്ലിങ് ചേർത്താൽ പൊട്ടിപ്പോവും. ഫില്ലിങ് നന്നായി ചേർത്ത് പതിയെ ഇതടച്ച് ഓരോ ബോളുകളാക്കി എടുക്കണം. ഇതുപോലെ ഓരോന്ന് മസാല ഫില്ല് ചെയ്ത് പൊട്ടാതെ ഒരേപോലെ ബോളുകളാക്കി എടുക്കണം. ഇനി ഒരു ഇടിയപ്പ പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ വെള്ളം ഫില്ല് ചെയ്ത് വെള്ളം ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള എഗ് ബോൾസ് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. ഇടിയപ്പ പാത്രത്തിന് മൂടി അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ നല്ല ആവി വരുന്നവരെ വെയിറ്റ് ചെയ്യണം. നല്ല ആവി വന്നതിന് ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി 15-20 മിനിറ്റ് നന്നായി വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇത് വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തെടുക്കാം. 15-20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇടാം. നമ്മൾ വേവിച്ചെടുത്ത എഗ് ബോൾസ് ഒന്ന് ടോസ് ചെയ്യാനായിട്ടൊരു ചട്ടി അടുപ്പത്ത് വയ്ക്കുക. ചട്ടി ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കി കഴിഞ്ഞാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് പൊട്ടി വന്നാൽ അതിലേക്ക് കറിവേപ്പില, അവൈലബിൾ ആണെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
അതൊക്കെ ഒന്ന് പൊട്ടി വന്നാൽ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഓരോ ബോൾസ് ചേർത്ത് കൊടുക്കാം. ഒന്ന് പതിയെ ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് 1-2 മിനിറ്റ് രണ്ട് സൈഡും ഒന്ന് മറിച്ചും തിരിച്ചുവിട്ട് ഒന്ന് ജസ്റ്റ് ടോസ് ചെയ്തെടുക്കുക. 1-2 മിനിറ്റിന് ശേഷം ഇത് അടുപ്പത്ത് നിന്ന് മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയായ എഗ് ബോൾസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്ത് നിന്ന് എടുത്ത് ജസ്റ്റ് കട്ട് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ ഉള്ളിൽ നല്ല എഗ്ഗും മസാലയെല്ലാം ചേർത്ത് ഫില്ലിങ് നല്ല ടേസ്റ്റിയാണ്. അതേപോലെ ഔട്ടർ ലെയർ നല്ല സോഫ്റ്റുമാണ്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. ഇതേപോലത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് അടുത്ത ആഴ്ച വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.